ചില എക്സസൈസ് ചെയ്യാൻ ബ്രീത്തിങ് ചില എക്സസൈസിന് വേണ്ടി വരും. ചില എക്സസൈസ് ചെയ്യാൻ വേണ്ടി ബ്രീത്തിങ് എടുത്ത് വർക്കൗട്ട് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ബ്രീത്തിങ് ആയിട്ടുള്ള സംഭവങ്ങൾ ഓരോരോ വർക്കൗട്ടിന് വളരെ കുറച്ചേ ഉള്ളൂ. ചില എക്സസൈസിന് ബ്രീത്തിങ്ങിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. ചില എക്സസൈസിന് മാത്രമേ ബ്രീത്തിങ്ങിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ചിലതിന് ബ്രീത്തിങ് വേണ്ട, നോർമലായിട്ട് ചെയ്താൽ മതി. ഇത് ചില എക്സസൈസിന് അപ്പം അത്രയുള്ളൂ. ഇനി അടുത്ത എക്സസൈസ് എന്ന് പറഞ്ഞാൽ പുഷപ്പിൻ്റെ അടുത്താണ് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ കാണിച്ചു തരാം. അതിലും നമ്മൾ പുഷ് ചെയ്യുമ്പോൾ ഒരു കാര്യം പുഷ് ചെയ്യുമല്ലോ, പിന്നെ ഒരു കാര്യം മുമ്പിലായിരിക്കും. അപ്പോൾ ഈ ഞാൻ മുമ്പിൽ വെച്ചെന്ന് വിചാരിക്കും. അപ്പോൾ ഈ കാര്യം ബാക്കിലാവും. അപ്പോൾ ഈ കാര്യം ചെറുതായിട്ട് ഇങ്ങനെ താഴത്ത് പുഷ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രീത്തിങ് ആദ്യമായിട്ട് എന്ത് ചെയ്യണം? ആദ്യം ശ്വാസം ഉള്ളിലോട്ട് എടുക്കണം. അതെങ്ങനെ? ഈ കാര്യം താഴോട്ട് പുഷ് ചെയ്യുമ്പോൾ നമ്മൾ ശ്വാസം ഉള്ളിലോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യണം? അല്പനേരം ഒരു 3-4 സെക്കൻഡ് ശ്വാസം ഉള്ളിലോട്ട് എടുത്ത് പിടിക്കുക. എന്നിട്ട് മുമ്പോട്ട് വെച്ച കാര്യം പതിയെ മുകളിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് മുന്നോട്ട് വെച്ച കാര്യം എന്ത് ചെയ്യണം? ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഉള്ളിലോട്ട് എടുത്ത ശ്വാസം പുറത്തേക്ക് പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടണം. ഇതെങ്ങനെ കാണിച്ചു തരാം. ഇതുപോലെ തന്നെ ഈ കാലം